തീരുമാനമെടുത്ത് ഉറപ്പിച്ച വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ചിലത് നിയോഗം പോലെയാണ്. നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാലും അത് നമ്മളെ തേടിയെത്തിയിരിക്കും. ഞങ്ങളുടെ നാട്ടുകാർ പറയാറുണ്ട്, വിധിച്ചിട്ടുള്ളത് തടയാൻ ഒരാൾക്കും കഴിയില്ല എന്ന് പറയും. വിധിച്ചിട്ടുള്ളത് തടയാൻ ഒരാൾക്കും കഴിയില്ല എന്ന് പറയും. ജീവിക്കുന്ന വർഷങ്ങളല്ല വർഷിക്കുന്ന ജീവിതമാണ് പ്രധാനം. ലോകത്തെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തത് മഹാനായ ജീസസ് ക്രൈസ്റ്റ് ആണ്. ഒരച്ഛനില്ലാതെ പിറക്കേണ്ടി വന്ന ജീസസ് ക്രൈസ്റ്റിന് തന്റെ ജനനം മുതൽ ധാരാളം പഴികളും ധാരാളം കുറ്റവാക്കുകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. തന്റെ അമ്മയായ മറിയം ഒരുപാട് വേദനയോടുകൂടി കരഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വിശുദ്ധയായി ആ മറിയത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരാട്ടിടനായും ആശാരിയായും അദ്ദേഹം പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ വെറും 33 വർഷം കൊണ്ട് അദ്ദേഹം 12 ശിഷ്യന്മാരെയാണ് ഡെവലപ്പ് ചെയ്തത്. 12 ശിഷ്യന്മാരെ. അതിലൊരാള് ഇദ്ദേഹത്തിനെ ഒറ്റിക്കൊടുക്കുകയും ചെയ്തു, വെള്ളിക്കാശ്. പക്ഷേ ആ 11 പേരിൽ നിന്നും ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യമുള്ള ഒരു വലിയൊരു സംസ്കാരമായി അവർ ലോകം മുഴുവൻ പടർന്നു. അവരെ പടർത്തിയത് അവരുടെ ഉള്ളിലുള്ള കാരുണ്യമായിരുന്നു. ഞാൻ പറയുന്നത് 33 വർഷത്തിൽ താഴെ മാത്രം ജീവിച്ച ജീസസ് ക്രൈസ്റ്റിന് അലക്സാണ്ടർ ദ ഗ്രേറ്റ് അദ്ദേഹം രാജസ്ഥാനിൽ വന്നപ്പോൾ ബഹുമാന പുരസ്കാരം അദ്ദേഹത്തിന്റെ ആനപ്പുറത്തേക്ക് കയറ്റി. ആനപ്പുറത്തിരുന്നപ്പോൾ അദ്ദേഹം ചോദിച്ചത് ഇതിന്റെ കടിഞ്ഞാൺ എവിടെയെന്നാണ്. ആ സമയത്ത് കുതിരയ്ക്ക് കടിഞ്ഞാണുള്ളൂ, ആനയ്ക്ക് കടിഞ്ഞാണില്ല എന്ന് പറഞ്ഞു. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് രണ്ടാമൊന്നും ആലോചിച്ചില്ല, ആനപ്പുറത്തൊന്ന് ചാടി. എന്നിട്ടാണ് പറഞ്ഞത്, എന്റെ കയ്യിൽ നിയന്ത്രണമില്ലാത്ത ഒന്നിന്റെ പുറത്തും ഞാൻ ഇരിക്കില്ല. എനിക്ക് നിയന്ത്രണമില്ലാത്ത ഒന്നിന്റെ പുറത്തും ഞാൻ ഇരിക്കില്ല. ലോകത്തിന്റെ 1/3 സ്വന്തം പൊടിക്കീഴിലാക്കിയ അലക്സാണ്ടർ ചക്രവർത്തി ജീവിച്ചത് വെറും 35 വർഷത്തിൽ താഴെ മാത്രമാണ്. എനിക്കിപ്പോൾ 45 വയസ്സ് കഴിഞ്ഞു. 45 വയസ്സ് ഈ വരുന്ന 3 ദിവസം കഴിയുമ്പോൾ ഞാൻ പൂർത്തിയാക്കിയിരിക്കും. ദൈവാനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ്. ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, മനുഷ്യന്റെ കാര്യമല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരേ മനസ്സോടുകൂടി 5 പേർ ഒരു സ്ഥലത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പുതുചരിത്രം പിറക്കും എന്നാണ് പറയുന്നത്. ഇത്രയും ആളുകൾ ഈ പൊരി വെയിലത്തും AC കട്ട് ഓഫ് ആയി പോയിട്ടും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഉള്ളിലുള്ള എനർജി വെച്ചാൽ ലോകത്ത് ഇന്ന് വരെ എഴുതപ്പെട്ട ഏത് ചരിത്രവും തിരുത്തി കുറിച്ചിരിക്കും. അതാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. മൈ ലൈഫ് സ്റ്റൈലിന്റെ വളർച്ച നെക്സസിന് മുമ്പും ശേഷവും ഇതായിരിക്കും. ആഫ്റ്റർ ക്രൈസ്റ്റ് ഓർ ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പോലെ. ഞാൻ എന്താണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സർവശക്തനായ ദൈവത്തിന്റെ അതേ ചൈതന്യം എന്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ളിടത്തോളം കാലം, പുരാണങ്ങളിൽ പറഞ്ഞതുപോലെ അഹം ബ്രഹ്മാസ്മിൻ, എന്റെ ഉള്ളിലാണ് ബ്രഹ്മം വസിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ഈശ്വരന്റെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും ആ വിചാരം പോലും ദൈവം തന്നത്, അത് നേടാനുള്ള മുഴുവൻ കഴിവുകളും നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് തന്നതിന് ശേഷം മാത്രമാണ്. നമുക്ക് അതിജീവിക്കാൻ കഴിയാത്ത ഒരു പ്രയാസങ്ങളും ദൈവം തരില്ല. ബൈബിൾ വചനമാണ് സുഭാഷിതങ്ങളിൽ. ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ധാന്യപ്പുരയിൽ ശേഖരിച്ചു വെക്കുന്നില്ല, എന്നാൽ ഇവയിലൊന്നും പട്ടിണി കിടക്കുന്നില്ല. പെറ്റമ്മ നിന്നെ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്നെ കുറിച്ച് എനിക്ക് മികച്ച പദ്ധതികളുണ്ട്. അന്വേഷിപ്പിൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടും എന്നാണ് ബൈബിള് ഉദ്ഘോഷിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൈ ലൈഫ് സ്റ്റൈൽ ഒരു ഫാമിലിയാണ്. ഞാൻ ഈ ഒരു വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിച്ചാൽ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്? ഈ ബിസിനസ്സിൽ 5 കാര്യങ്ങൾ, 5 P എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് പ്രൊമോട്ടേഴ്സ് ആണ്. എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ചു പോയ അദ്ദേഹത്തെ ഞാൻ ഗുരുതുല്യനായിട്ടാണ് കാണുന്നത്. മഹാനായ കബീർ ദാസ് ബീഹാറിൽ ഒരു തുണിയലക്കുകാരന്റെയും തുണി അലക്കുകാരിയുടെയും മകനായി വളരപ്പെടേണ്ടി വന്ന കബീർ ദാസ്, അദ്ദേഹം ലോകത്തിന് സംഭാവന ചെയ്തൊരു വലിയ ദോഹയുണ്ട്. ദോഹ എന്ന് പറഞ്ഞാൽ 2 വരി കവിതയാ. ഗുരു ഗോവിന്ദ് ദോ ഖടേ കാക്കെ लागू पाए बलिहारी गुरु आपने गोविंद दियो बधाए.
ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്റെ ഗുരുവും ഈശ്വരനും മുമ്പിൽ വന്നു നിന്നാൽ ഞാൻ ആരുടെ ചരണമായിരിക്കും ആദ്യം സ്പർശിക്കുക അല്ലെങ്കിൽ നമസ്കരിക്കുക? കബീർദാസ് പറഞ്ഞത്, ഞാൻ എൻ്റെ ഗുരുവിന്റെ ചരണം ആദ്യം സ്പർശിക്കും. കാരണം ആ ഗുരുവില്ലായിരുന്നെങ്കിൽ ഈശ്വരൻ എന്തായിരുന്നെന്ന് ഞാൻ അറിയുന്നില്ലായിരുന്നില്ല. ലോകത്തെ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ മഷിയാക്കിയാലും, ലോകത്തിലെ മുഴുവൻ മരങ്ങളും പേനയാക്കിയാലും, ലോകം മുഴുവൻ പേപ്പറാക്കിയാലും ആ ഈശ്വരന്റെ ചൈതന്യം വർണ്ണിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ അതേ മക്കളാണ്. നമുക്ക് ജനിക്കാൻ മാതാപിതാക്കൾ ആവശ്യമായി വന്നിരുന്നു. ഞാൻ ജനിച്ചത് ഇപ്പോൾ എന്നോടൊപ്പം നടന്നു വന്ന, ഞാൻ കൈപിടിച്ചു കൊണ്ടുവന്ന ആസിയ ബീവി എന്ന് പറയുന്ന ആ വ്യക്തിയുടെയും ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ്. ഞാൻ ജനിച്ചത് അവരുടെ തീരുമാനമായിരുന്നു. എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, ഇമോഷണൽ ഡിസിഷൻ. എൻ്റെ ഫാദർ മരണക്കിടക്കയിലായ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത്, ഇദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പ് ഈ ബിസിനസ്സിൽ എനിക്ക് ക്രൗൺ ഡയമണ്ട് ആകണമെന്ന്. എനിക്കതിന് സാധിച്ചില്ല. പക്ഷേ നമ്മൾ പറയാറുണ്ടല്ലോ, ശരീരം മാത്രമേ പോകാറുള്ളൂ, ആത്മാവ് ഒരിക്കലും പോവില്ല. ആത്മാവ് പോവില്ല എന്ന് പറഞ്ഞ വിശ്വാസമുണ്ടോ? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പല ആളുകളും ചിലപ്പോൾ വിചാരിക്കും, എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, എനിക്ക് വിജയിക്കണമെന്നുണ്ട്, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നമ്മുടെ അച്ഛനും അമ്മയോടും ആരെങ്കിലും പ്രൈവറ്റായിട്ട് ചോദിക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ